ഇന്ന് സ്കൂളുള്ള ദിവസമാട്ടാ. അപ്പോൾ ഇന്നത് പോയില്ല. ഉച്ചയ്ക്ക് 12 മണിക്കാണ് ട്രെയിൻ എന്ന് പറഞ്ഞു. പക്ഷേ ട്രെയിൻ വന്നത് 2 മണി. അപ്പോൾ ഇത്തിരി നേരത്തെ എത്തേണ്ട വന്ന കാരണം അപ്പോൾ അവർ സ്കൂളിൽ വിട്ടില്ല. അല്ലെങ്കിൽ ഉച്ചയാകുമ്പോൾ സ്കൂളിൽ വിട്ടിട്ട് വന്നാൽ മതിയായിരുന്നു. അപ്പോൾ പിന്നെ ഇന്ന് സ്കൂളിൽ പോയിട്ടില്ല കേട്ടാ. അതിൻ്റെ സന്തോഷമാണ് രണ്ടാളുടെയും മുഖത്ത് കൂടുതലും. അത് കഴിഞ്ഞ് 2 മണിക്ക് ട്രെയിനൊക്കെ വന്ന് ട്രെയിനിൽ കയറി ഫുഡൊക്കെ കഴിച്ചതിന് ശേഷമായിട്ടാണ് ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയത്. അപ്പോൾ അനുമോൾ അവിടെ ഇരുന്നിട്ട് താഴേക്ക് വരാനുള്ള ഭയങ്കര ഗുസ്തിയാണ്. അവൾക്ക് താഴെ വന്നേ പറ്റും. അപ്പോൾ ഇച്ചായും പറഞ്ഞ് പോകണ്ട, രണ്ടാളും കൂടി ഇനി ഗുസ്തി ഉണ്ടാക്കണ്ടെന്നും പറഞ്ഞ് അങ്ങനെ ഇരുന്നു. അത് കാരണം കഴിഞ്ഞ് കുറച്ച് നേരം സിനിമയൊക്കെ കാണുകയെന്ന് പറഞ്ഞാൽ കുറച്ച് കണ്ടു. അപ്പോഴത്തേനും ശബ്ദമില്ല. എന്താണോ മൊബൈലിൻ്റെ ആണോ ട്രെയിനിൻ്റെ ശബ്ദമാണോ എന്തോ ശബ്ദം കേൾക്കാനില്ല. അപ്പം ഞാൻ ഫോൺ എടുത്ത് വെച്ചിട്ട് പിന്നെ പുറത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കഴിക്കും. അപ്പോഴത്തേനും ഒരു അത്തർ വിൽപ്പനക്കാരൻ വന്നു. അപ്പോൾ അത്തർ മേടിക്കുന്ന തിരക്കിലാണ് രണ്ടാളും. അപ്പോൾ അക്കു പറയണു എനിക്ക് വേണമെന്നും പറഞ്ഞു, അക്കുവാനും പറഞ്ഞു എനിക്ക് വേണമെന്നും പറഞ്ഞു. അപ്പോൾ ഇച്ചായെ 3 എണ്ണം എടുത്തു, 2 എണ്ണം ഇച്ചായനും 1 എണ്ണം അക്കുവിനും കൊടുത്തു. അപ്പോൾ അനുമോൾക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ കിടന്നിട്ട് പറയാട്ടെ എനിക്ക് വേണം എന്ന് പറഞ്ഞപ്പോൾ ഇച്ചായ എന്ത് ചെയ്തു, ഇച്ചായൻ്റെ ബാഗ് തുറന്നിട്ട് അതിനകത്തൊരു കഴിയാറായി അത്തർ ഉണ്ടായിരുന്നു. അവളത് ഉപയോഗിക്കൊന്നുമില്ല, വെറുതെ പേരിന് മാത്രം. അപ്പോൾ ആ കഴിയാറായി അത്തർ അവൾക്ക് കൊടുത്തപ്പോൾ അവൾക്കത് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. കാരണം അതിനകത്ത് തീരെ ഇല്ലയെന്ന് അപ്പോൾ അവൾ കണ്ടേ. അപ്പോൾ ഇവൾ ഇതിൻ്റെ ഇടയ്ക്ക് ചേട്ടായിക്ക് കൊടുക്കണ്ട എനിക്ക് വേണമെന്നും പറഞ്ഞിട്ടാണ് ഇരിക്കണത്. അങ്ങനെ കുറച്ച് നേരം അതിനെക്കുറിച്ച് പറഞ്ഞ് അങ്ങനെ ഇരുന്നു. ഇപ്പോൾ അവൾ കണ്ടല്ലേ കേട്ടോ, കാണുന്നത് ഇതേ കണ്ടു. മുഖത്തിൻ്റെ ഷേപ്പ് പോണ കണ്ട കുത്തിയാ. അങ്ങനെ അതിൻ്റെ ക്ഷീണം മാറാൻ വേണ്ടിയിട്ട് അതിൻ്റെ ആ പിണക്കത്തിൻ്റെ ഇത് മാറാൻ വേണ്ടി വെച്ചാൽ പറഞ്ഞ് ഞാനൊരു സാധനം തരാമെന്നും പറഞ്ഞ് നിങ്ങൾക്ക് രണ്ടാക്കും തരില്ല, അനുമോൾക്ക് മാത്രമേ കൊടുക്കുള്ളൂ എന്നും പറഞ്ഞ് റംബൂട്ടാൻ അവർക്ക് മാത്രമേ കേട്ടോ കൊടുത്തുള്ളൂ, അവൾക്ക് മാത്രമേ കൊടുത്തുള്ളൂ. അപ്പോൾ അവൾ പറഞ്ഞ് അത് വേണ്ട അമ്മയ്ക്കും ചേട്ടായിക്കും ഞാൻ കൊടുക്കാമെന്നും പറഞ്ഞ് അവൾ റംബൂട്ടാൻ ഞങ്ങൾക്ക് രണ്ടാക്കാൻ തരണേ കേട്ടോ. അവളൊരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവർക്കും കൊടുത്തിട്ടോ കഴിക്കുള്ളൂ. അങ്ങനെ റംബൂട്ടാനൊക്കെ ഇഷ്ടംപോലെ റംബൂട്ടാൻ ഉണ്ടായിരുന്നു. അത് അവർക്ക് കൊണ്ടുപോകാൻ വേണ്ടി മേടിച്ചതാണ്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഞങ്ങൾ കഴിക്കലൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഇരുന്നു. ചായ ഒന്നും മേടിച്ച് കുടിച്ചില്ല കേട്ടോ. 4 മണി ആയാലും ചായ ഒന്നും കുടിച്ചില്ല, കാരണം ചോറിണ്ടിട്ട് അധികം സമയമായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ചായ കുടിച്ചില്ല. അങ്ങനെ ഇരുന്നപ്പോൾ നല്ല ഉറക്കം വരുന്നുണ്ട്. എന്നും ഈ നേരം ആകുമ്പോൾ കിടന്ന് ഉറങ്ങണ കാരണം നല്ല ഉറക്കമൊക്കെ വരുന്നുണ്ടായിരുന്നു. പക്ഷേ ബസ്സിലും ട്രെയിനിലും കയറി കഴിഞ്ഞാൽ ഒറ്റയ്ക്കാണെങ്കിൽ ഞാൻ ഉറങ്ങില്ല. ഇത് ഒറ്റയ്ക്കായതുകൊണ്ടല്ല, ടിച്ചായനൊക്കെ ഉണ്ട്. പക്ഷേ ഇറങ്ങാറാവല്ലേ, പിന്നെ ഉറക്കത്തിൽ നിന്ന് ഇടയ്ക്ക് എണീറ്റ് കഴിഞ്ഞാൽ തലവേദന. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ട് അങ്ങനെ ഉറക്കത്തിൽ നിന്ന് ഞെട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര തലവേദനയാണ്? അപ്പം അങ്ങനെ ഞങ്ങൾ തിരുവല്ല വരെ പോയിട്ട് വരാട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എങ്ങടാ പോണേന്നുള്ള വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ പറയാട്ടോ. അപ്പോൾ അങ്ങനെ ഞാനും ഒക്കെ കൂടി ഒരു സെൽഫിയൊക്കെ എടുത്തു. അപ്പോഴത്തേനും അനുമോളുടെ ഉറക്കമൊക്കെ കഴിഞ്ഞായിരുന്നു. ഉറങ്ങാൻ അവൾ കിടന്നു. പിള്ളേർക്ക് പിന്നെ അങ്ങനത്തെ കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ ബായ്.